ഗൈസ്, അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ കോളേജ്. നമ്മളിന്ന് കോളേജിൽ പോവാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നീച്ച് മേലൊക്കെ കഴുകി യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്, ഇയറിങ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി മേക്കപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഫുൾ ഓൺ വോയിസ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഒന്നും വോയിസ് ഓവറായിട്ട് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എത്ര വീഡിയോ ഇതാക്കരുത് വിചാരിച്ചാലും ഞാൻ എന്താ പറയുക, ലാസ്റ്റ് എത്തുമ്പോൾ വോയിസ് ഓവർ കൊടുക്കും. എനിക്ക് ദേഷ്യമാണ് അത്. പക്ഷെ ആദ്യം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ തന്നെ പറയണം. അപ്പം എൻ്റെ ഇവിടെ മുറിയുണ്ട്, ഇവിടെ മുറിയുണ്ട്. ഇതൊക്കെ കുരു വന്നിട്ട് ഞാനത് നഖം കൊണ്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും ഇഗ്നോർ ചെയ്യാം. അപ്പം നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് ഫസ്റ്റ് മേക്കപ്പ് ഇടാം കേട്ടോ. അപ്പം അതിന് മുന്നേ ഫസ്റ്റ് ഞാൻ കോളേജിൽ പോകുമ്പം ഞങ്ങളെ കോളേജിൽ ഗ്രൂമിങ് മെയിനാണ്. ഏവിയേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മേക്കപ്പ് പുട്ടിയൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വന്നിട്ട് എന്തൊരു പുട്ടിയാണെന്നുള്ള കമൻറ്റ് ഇടരുത് ദയവ് ചെയ്തിട്ട്. കോളേജിലോട്ട് ഇങ്ങനെ പോകണം, ഗ്രൂമഡ് ആയിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ മിസ്സുമാരുടെ അടുത്ത് നിന്ന് ചീത്തയാക്കും കേട്ടോ. അപ്പം അത്യാവശ്യം ഗ്രൂമഡ് ആയിട്ടാണ് ഞാൻ കോളേജിലോട്ട് പോകാറുള്ളത്. അപ്പം അത്യാവശ്യം പുട്ടിയൊക്കെ വാരി തേക്കും ഇന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഞാനൊരു ഹിമാലയൻ്റെ ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്നുമില്ല, എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടുത്തെ വെയിൽ കാരണം ഭയങ്കര ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടോണർ അടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ടോണർ അടിച്ചു കൊടുക്കാം. മതി, ഇത്ര മതി, 2 അടി മതി. അപ്പം അങ്ങനെ ടോണർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ ഐറ്റം മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറുള്ളത്, പോൺസിൻ്റെ. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് ഹൈഡ്രേഷൻ തരും കേട്ടോ. നമ്മളെ സ്കിന്നിൽ അങ്ങനെ അങ്ങോട്ട് നിന്നോളൂ. ഇതിട്ടിട്ട് മേക്കപ്പ് ഇടുമ്പോൾ നല്ലൊരു ബേസ് കിട്ടും. പ്രൊഡക്റ്റൊക്കെ ഞാൻ താഴത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുള്ളവർ മേടിക്കാം. പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ഇടുക കേട്ടോ. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതാണ് ഞാൻ ബേസായിട്ട് ആദ്യം യൂസ് ചെയ്യാറുള്ളത്. അതിന് മുന്നേ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഔഫിൻ്റെ കണ്ണ് മുഖമൊക്കെ കഴുകി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. ഓക്കെ, കുറേ ആയി നമ്മളെ ചാനലിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടില്ലേ. അതിന് പടപടം. അപ്പോൾ ഇതൊന്നും ഉണങ്ങട്ടെ. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്, വേറൊന്നും ഞാൻ അധികം ഇടാറില്ല. സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ സൺ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഇത് യൂസ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉവൈസ് ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. പേഴ്സണലി വലിയ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു 1 മന്ത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. സൺസ്ക്രീൻ ഇവിടെ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ. അപ്പം നമ്മളെ എന്താ പറയുക, ബേസ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പ്രെപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്കിൻ പ്രെപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഫേസസ് കാനഡൻ്റെ 3-in-1 ഫൗണ്ടേഷൻ മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ ആണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഫേസസ് കാനഡൻ്റെ തന്നെ ഈ ഒരു പീച്ച് ഇൻ ക്രീം ടിൻറ്റഡ് മോയ്സ്ചറൈസർ. ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം ലൈറ്റ് വെയ്റ്റഡ് ആണ്, നല്ല അടിപൊളിയായിട്ട് നിൽക്കും, ബ്ലെൻഡ് ചെയ്യാൻ സുഖമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ നല്ല നമ്മളെ പെർഫെക്റ്റ് ഷെയ്ഡായിട്ട് ഉണ്ടാവും കേട്ടോ. വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാൻ ശ്രദ്ധിക്കുക. കാരണം പുട്ടി ഒലിച്ചിറങ്ങും, പിന്നെ നമുക്കൊരു തലവേദന ആയി മാറും. ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. ബിക്കോസ് എനിക്ക് അതാണ് ഇഷ്ടം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ ആണ് വേണ്ടത്. അടുത്ത് കാണുന്നില്ല കേട്ടോ, ഒന്ന് തപ്പട്ടെ. അപ്പം നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാനിങ്ങനെയാണ് തട്ടിക്കൂട്ടലാണ് കേട്ടോ. ഇനി ഇതിന് ആരും കമൻ്റ് ഇട്ട് വരരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടലാണ്. ഐ ഷാഡോക്ക് ഷിമ്മർ ഇട്ട് കൊടുക്കും ഇങ്ങനെ. അതായത് ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു റെഡ് കളർ ഉണ്ടാക്കിയതിന് ശേഷം റെഡോ പിങ്കോ എന്തെങ്കിലും ഒരു കളർ എടുക്കുക, ഒരു ഭംഗിക്ക് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഇതിൻ്റെ ഹൈലൈറ്റർ ഉണ്ട്. ഇത് സിസ് ബ്യൂട്ടീൻ്റെ ഹൈലൈറ്ററാണ് കേട്ടോ. ഈ ഹൈലൈറ്ററിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പം ഒരു നല്ലൊരു ഷിമ്മർ കിട്ടും. കണ്ടോ, അപ്പം നമ്മൾ ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി ഐലൈനർ എഴുതി കൊടുക്കണം. ഞാൻ മിക്ക ദിവസവും കോളേജിലോട്ട് താഴത്ത് ഐലൈനർ എഴുതാറില്ല, മേലെയാണ് മിക്കപ്പോഴും എഴുതാറുള്ളത് കേട്ടോ. ഇത് സുഡിയോൻ്റെ ഐലൈനറാണ്. നല്ല എഴുതി കൊടുക്കും, അല്ലെങ്കിൽ പണിയിട്ടു. ഓക്കെ, കണ്ണാടില്ലാത്തോണ്ട് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാം. അപ്പം അതിന് ഞാനിവിടെ എടുക്കാറുള്ളത് ഇങ്ങനെ ഒരു മസ്കാരൻ്റെ ഇങ്ങനെ ഒരു സാധനം എടുക്കും. ഇത് കഴിഞ്ഞതാട്ടോ, അപ്പം ഞാനിത് കഴുകി വെച്ചത്. അങ്ങനത്തെ എടുക്കും. പിന്നെ എൻ്റെ ഐബ്രോ വരച്ചെന്ന് ഈ ഒരു ബ്ലാക്ക് കളർ എടുക്കും. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. കണ്ടോ, അപ്പോൾ നല്ല ഷേപ്പായിട്ട് അവിടെ നിന്നോളും. അങ്ങനെ ത്രെഡ് ചെയ്യാൻ അയക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈലൈറ്റർ ആൻഡ് ബ്ലഷ്, പിന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ വെയിലത്ത് ചിലപ്പോൾ ഇട്ട ഫൗണ്ടേഷനൊക്കെ ഒന്ന് ഒലിച്ചിറങ്ങിപ്പോരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റായിട്ടുണ്ട്. നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലഷിൻ്റെ പാലറ്റ് ഒന്നും വീട്ടിൽ നിന്ന് കൊടുന്നിട്ടില്ല. ആവശ്യത്തിലേറെ ഇവിടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇനി ബ്ലഷും കൂടി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു കേട്ടോ അത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കണേ ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ലിപ്സ്റ്റിക്കാണ് മാർസിൻ്റെ. വെയിറ്റ്, ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. മൂക്കുമ്പോൾ ബ്ലഷ് ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്, കാരണം മൂക്കുമ്പോൾ ഓൾറെഡി മുറി ഉണ്ട്. ക്ലാസ്സിക്കല്ലേ ചിലപ്പോൾ ചോദിക്കോ എൻ്റെ മൂക്കുമ്പോൾ ആരാടി അടിച്ച് പൊട്ടിച്ചേന്ന്. അപ്പോൾ പിന്നെ ആ ചോദ്യം നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ ഓക്കെ സോ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈലൈറ്ററാണ്. ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാൻ എൻവേബൻ്റെ സ്റ്റോപ്പ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. എൻവേബൻ്റെതും പിന്നെ അതാ ഫേസസ് കാനഡയിലും അത് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ മാറ്റും കേട്ടോ. ഈ പ്രൊഡക്റ്റ് എൻവേബൻ്റെയും ഫേസസ് കാനഡേൻ്റെയും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയോല് കമൻ്റ് ഇടിട്ടോ ഇങ്ങനെ ഉണ്ട് പ്രൊഡക്റ്റ്. എനിക്ക് പേഴ്സണലി രണ്ടും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻവേബൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഒന്ന് എന്താ പറയുക മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. അത് ഭയങ്കര അടിപൊളി സാധനം എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ വെച്ച് അത് കുറച്ച് ഷിമ്മർ വരുന്നതാട്ടോ.
ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു മെയിൻ പാർട്ട്. നോക്ക്. അയ്യോ, ഇതാണ് എൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മേക്കപ്പിൽ. കണ്ടോ? അപ്പോൾ നമ്മളെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഓവറായിട്ട് അങ്ങനെയൊന്നും ഇടില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിബാം ഇടാം. ഇത് ആദി നാച്ചുറൽസിൻ്റെ ലിബാമാണ് കേട്ടോ. ഇറ്റ്സ് നൈസ്. ഓക്കെ, ദെൻ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ആൻഡ് ഷെയ്ഡാണ് ഇടാറുള്ളത്. നോട്ട് ലൈക്ക് ഇറ്റ്, ഡിഡ് ഇറ്റ് ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടില്ല. സോ നമുക്കിത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് പോവാം. അതായിരിക്കും ബെറ്റർ. മാർസിൻ്റെ ഇത് വേറൊരു ഷെയ്ഡാണ്. മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഗായ്സ്, അപ്പോൾ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മുഖത്ത് ആരോ തല്ലി പൊട്ടിച്ച പോലെ ഉണ്ടല്ലേ? അത് ഇതായിട്ടാണ്. ഇനി മുടി കെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മുടി നമുക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടാം. ഞാനിപ്പോൾ പോണിയാണ് കെട്ടുന്നത്. ശരിക്ക് നമുക്ക് പോണി കെട്ടാൻ പാടില്ല കേട്ടോ. പോണി കെട്ടാൻ പാടില്ല. കറക്റ്റായിട്ട് നമ്മൾ നടുവേവ് എടുക്കുക. ഞാനിങ്ങനെയാണ് കെട്ടാറുള്ളത്. അതായത് നമ്മളെ ഹെയർ നല്ല നീറ്റായിട്ട് നിൽക്കണം. അവിടെ ഇവിടെ ഒന്നും പൊന്തി നിൽക്കാനൊന്നും പാടില്ല. അപ്പം ഞാൻ എടുക്കാറുള്ളത്, എനിക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തിട്ട് ബാക്കിലോട്ട് ക്ലിപ്പ് കുത്തി വെച്ചിട്ട് അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ലുക്ക് കിട്ടുന്നില്ല അല്ലേ? സോ നമുക്ക് പോണി തന്നെ കെട്ടാം. പിന്നെ സെറം തേക്കാം കേട്ടോ. ഹെയറിൽ സെറം തേക്കണമെങ്കിൽ തേക്കാം. ഞാൻ ഇന്നലെ തേച്ചോളൂ. ഞാൻ ഒന്നും തേക്കുന്നില്ല, വേണ്ട, എന്നും തേക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കോളേജ് ലുക്ക് എന്ന് പറയുന്നത്. കോളേജ് ലുക്കാണ്. ഗൈസ് എന്നുള്ള കമൻറ്റ് ഇടാം. പിന്നെ ID കാർഡ് ഇടണം. ദെൻ വാച്ച് കെട്ടണം.
ID കാർഡ് മാൻഡേറ്ററി ആണല്ലോ ഞങ്ങൾക്ക്. ID കാർഡ് പിന്നെ യൂണിഫോം ഒക്കെ മാൻഡേറ്ററി ആണ്. അത് ഇടാതെ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ID കാർഡൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോളേജ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടാൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കാൻ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു കുട്ടിയായോ എന്നുള്ളത് ഇല്ലല്ലോ, മിനിമലായിട്ടുള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ചാച്ചാ ബൈ ബൈ ഉമ്മ.